ജമ്മു കാശ്മീരിൽ ഡിസംബർ 6 നടക്കുന്ന ദേശീയ ജൂനിയർ ഫുട്ബോൾ മത്സരത്തിൽ മാറ്റൊരുക്കാൻ പോകുന്ന മലയോരത്തെ കരുത്തുറ്റ പെൺകുട്ടികളാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ് ഇവര്. നിലമ്പൂരിൽ നിന്നുള്ളവരും കരുവാരക്കുണ്ടിൽ നിന്നുള്ളവരുമാണ്. പരിചയപ്പെടാം. പേര് മാളവിക, അലീന അഷ്റഫ്, ജിസ്ന ജോഷി. സ്കൂള് മാനവേദൻ GHSS കരുവരുണ്ട്. എങ്ങോട്ടേക്കാണ് യാത്ര? എറണാകുളം. അവിടെ ക്യാമ്പ് ഉണ്ട് ഞങ്ങക്ക്. 30-ാം തീയതി അവിടെ നിന്ന് ഞങ്ങൾ പോകും ജമ്മു കാശ്മീരിക്ക്. 6-ാം തീയതി അവിടെ വെച്ച് മാച്ചാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡിസ്ട്രിക്ട് കളിച്ച് അതിന് പിന്നെ സെലക്ഷൻ കിട്ടി. ഇപ്പൊ എറണാകുളം ക്യാമ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. ഇപ്പോ ഈ ഒരു മത്സരം നടക്കുമ്പോഴേ ഈ ഒരു ഭയങ്കര സപ്പോർട്ട് ഫാമിലിയുടെയും ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ട് വേണം. എങ്ങനെയുണ്ട്? അതിനെ കുറിച്ച് എന്താ? ഭയങ്കര സപ്പോർട്ടാണ്. പാരന്റ്സ് ആയാലും കോച്ചസ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. കമാൽ സാറ് ഞങ്ങക്ക് ചെറുപ്പം മുതലേ ക്യാമ്പ് എടുത്ത് തുടങ്ങുന്ന ഒരു കോച്ചാണ്. ഞങ്ങളെ വാപ്പച്ചിയും കൂടെയാണ് സാറ്. മാത്രല്ല ഞങ്ങൾക്ക് ഒരു വാപ്പച്ചീനെ പോലെയാണ് ഞങ്ങൾ കോച്ചിനെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഷാഹിദ് സാറും ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും ഒക്കെ ആയിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് സാറ്. ഞങ്ങള് ഗ്രൗണ്ട് ആയാലും പ്രാക്ടീസ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തരുന്നുണ്ട് സാർ. എനിക്ക് തോന്നുന്നു ഈ മലപ്പുറത്ത് നിന്ന് 3 ആളുകൾ മാത്രമേ ഉള്ളൂ. അതെ, ഞങ്ങള് 3 ആള് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ നിങ്ങളെ സ്കൂളിലൊക്കെ ഒരുപാട് നിങ്ങളെ പെൺസുഹൃത്തുക്കളൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താ? ഒരിക്കലും നമുക്ക് ഒന്നും ഫുട്ബോളും അതേപോലെ തന്നെ ക്രിക്കറ്റ് ആയാലും ഒന്നും കളിക്കാൻ വെക്കില്ല എന്ന് വിചാരിച്ച ആരും വീട്ടിലിരിക്കണ്ട. നമുക്ക് എല്ലാവർക്കും വെക്കും കളിക്കാൻ. ചെയ്താ കഴിയാവുന്നതുള്ളൂ എല്ലാതും. അപ്പൊ എല്ലാരും ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി കഴിവ് തെളിയിക്കണം. അല്ലാതെ വീട്ടിൽ ചടച്ചു കൂടിയിരിക്കണത് അധികം നല്ലതല്ല. നമുക്ക് എന്ത് കഴിവാണല്ലത് അത് പ്രാക്ടീസ് ചെയ്ത് മികച്ചതാക്കാന്നുള്ളത് നമ്മളെ ഡ്യൂട്ടിയാണ്. നിങ്ങളൊക്കെ ഏത് പൊസിഷനിലാണ് കളിക്കണേ? ഞാൻ സ്റ്റോപ്പർ ബാക്ക്. ഞാൻ ഫോർവേഡ്, ലെഫ്റ്റ് ഹാഫ്. അതുപോലെ തന്നെ ഇവർക്ക് ഇന്ന് ഈ ഒരു യാത്ര തിരിക്കുന്നതിന് മുന്നേ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു ആദരിക്കലൊക്കെ കിട്ടി, യാത്രയപ്പോ കിട്ടിയില്ലേ? ആരൊക്കെ വന്നു? PTA SMC ടീച്ചേഴ്സും എല്ലാരും വന്നായിരുന്നു. ഭയങ്കര സപ്പോർട്ടാണ് പോലും. ഞങ്ങൾക്ക് ഗ്രൗണ്ടിനും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് സ്റ്റേഡിയം ഞങ്ങൾക്ക് തുറന്നു തന്നതൊക്കെ. അപ്പൊ എല്ലാവിധ ആശംസകളും. ജമ്മുവിൽ പോയിട്ട് നമ്മുടെ നാടിന് അഭിമാനമായി മികച്ച രീതിയിൽ വിജയം കൈവരിച്ച് തിരിച്ചു വരട്ടെ. ക്യാമറ പേഴ്സൺ ഷാസിൽ കേസിയോടൊപ്പം അർഷാദ് അൻവർ, ന്യൂസ് 24.